ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. അതിനുവേണ്ടി പോവാണ്. എൻ്റെ രണ്ട് കയ്യിലും ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പ്രജി വെച്ച് തരുന്നത്. അപ്പോൾ രണ്ട് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രജിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ മക്കളാണ് കേട്ടോ. അപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട്. അപ്പം ഒരാൾക്ക് മാത്രമായിട്ട് ഗിഫ്റ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കുഞ്ഞാവയ്ക്ക് വിഷമാവുമല്ലോ. അപ്പം രണ്ടുപേരും ശംഭുവിനെക്കാട്ടിലും ഒരു ക്ലാസ് ചെറുതാണ് കേട്ടോ. അവർ തമ്മിലും ഒരു വയസ്സിന് വ്യത്യാസം അങ്ങനെ ഉള്ളൂ. അപ്പം രണ്ടും ഏകദേശം ഒരേ പ്രായമുള്ള മക്കൾ തന്നെയാണ്. അപ്പം എങ്ങനെയായാലും കുറച്ച് വിഷമമൊക്കെ വരുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചു. അപ്പം രണ്ടുപേർക്കും ഓരോ ഗിഫ്റ്റ് മേടിച്ചു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഗേളിന് ഞങ്ങളൊരു സ്കൂൾ ബാഗാണ് മേടിച്ചത്. അത് നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ ശംഭുവിന് മേടിച്ചു കൊടുത്ത് തന്നെ ഒരു സ്കൂൾ ബാഗ് മേടിച്ചു. അത് ഒരേ ദിവസം തന്നെയാണ്, നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ആൾക്ക് നമ്മൾ പണ്ടൊരു ബർത്ത്ഡേയുടെ ഇതിൽ കളറിങ് സെറ്റ് കാണിച്ചില്ലേ, അതുപോലത്തെ ഒരു കളറിങ് സെറ്റ് എല്ലാം കൂടെ ഉള്ളത് കേട്ടോ. ക്രയോൺസും നമ്മുടെ സ്കെച്ച് പെൻസും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ള ഒരു കിറ്റാണ് മേടിച്ചത്. നല്ലത്, രണ്ടും നല്ല ഗിഫ്റ്റിംഗ് ഓപ്ഷനായിരുന്നു. അങ്ങനെ മേടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പോകുന്ന വഴി കണ്ടാൽ തോന്നും രണ്ട് സൈഡിൽ ഇങ്ങനെ തോടും ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നും. രാത്രി മാത്രമേ ഈ രമണിയൊക്കെ ഉള്ളൂ. കാരണം ഇതെല്ലാം വാട്ടർ നമ്മുടെ ഈ വെള്ളം കെട്ടിക്കിടന്നിട്ട് നാറിയിട്ട് ആ വഴി പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ. അത്രയും മോശപ്പെട്ടൊരു സ്ഥലമാണ്. പക്ഷേ രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട്, കാഴ്ചയിൽ മാത്രം. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വീടൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തി കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പോവാണ്. ആദ്യമായിട്ട് വെച്ചാൽ അവരെപ്പോഴും ഇൻവൈറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ പ്രജിയുടെ ഡ്യൂട്ടിയും പുള്ളിയുടെ ഡ്യൂട്ടിയും ഏകദേശം ഓൾട്ടർനേറ്റ് ആയി വരിക. പ്രജി വീട്ടിലുള്ളപ്പോൾ പുള്ളി ഡ്യൂട്ടിയിലായിരിക്കും, പുള്ളി വീട്ടിലുള്ളപ്പോൾ പ്രജി ഡ്യൂട്ടിയിലായിരിക്കും. അങ്ങനെ അവർ ഒരുമിച്ചാണ്, അങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരോട് ഫ്രീ ആയിട്ട് അവിടെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങനെ വീട്ടിലേക്ക്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ കേക്ക്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് യൂണിക്കോൺ തീമൊന്നും അല്ല കേട്ടോ. അവർ കേക്ക് യൂണിക്കോൺ ആണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ സ്പൈഡർമാൻ തീമാണ്. അങ്ങനെ തീം വൈസ് നോക്കിയിട്ടൊന്നും അല്ല ചെയ്തത്. മക്കൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വെച്ചാണ് ഭയ്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്ന് താമസിക്കുന്ന നേവിയിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ അവർ എല്ലാവരുടെയും വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ശുഭ ലാഭം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പക്ക ഒരു ഹിന്ദി ഫാമിലിയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറേ പേര് വരാനുണ്ട്. നമ്മൾ വിചാരിച്ച് നമ്മളിനി ലേറ്റ് ആവുമെന്നോ, ഇനി കുറേ പേരൊക്കെ വരാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതാണ് മൂത്ത ആള്. അപ്പം ഇനി ഇളയാളും കൂടെ വരണം. ഇതാണ് ഇളയാൾ, കണ്ടില്ലേ? രണ്ടുപേരും ഏകദേശം ഒരേ പ്രായവും ഒരേ പരിപാടിയൊക്കെയാണ്. എന്നാലും ഒരാൾ UKG ഒരാൾ ഇനി 1ാം ക്ലാസ്സിലോട്ടും അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ പ്രായം. അപ്പം ശമ്പൂട്ടും നമ്മൾ 2ാം ക്ലാസ്സിലോട്ട് അങ്ങനെ. അപ്പം അതുള്ളത് ഹസ്ബൻഡും വൈഫുമാണ് നമ്മുടെ ഫ്രണ്ട്സ്. പിന്നെ കൂടെ ഉള്ളത് നാട്ടിൽ നിന്ന് അവരുടെ ആ ബയ്യയുടെ സിസ്റ്റർ വന്നതാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ച് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെന്താണ് അറിയാലോ, കുട്ടികളല്ലേ. അപ്പോൾ ഗിഫ്റ്റ് കാണുമ്പം ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കേക്കിന് ആര് കട്ട് ചെയ്യണം, എല്ലാവരും കൂടെ കട്ട് ചെയ്യണോ, അതങ്ങനത്തെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരും കൂടെ നിന്നിട്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അവൾ ആദ്യം തന്നെ കൊടുത്തത് അവളുടെ അനിയത്തിക്കാണ് കേട്ടോ. അങ്ങനെ അനിയത്തിക്കും പിന്നെ അച്ഛൻ്റെ സിസ്റ്ററാണ് മറ്റത്. ഇത് രണ്ടും അച്ഛനും അമ്മയും അവർക്കെല്ലാവർക്കും കൊടുത്തു. അവർ പരസ്പരം കേക്കൊക്കെ കൈമാറി എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. അപ്പം നമ്മളും നമ്മുടെ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേർക്കും കൊടുത്തു. രണ്ടുപേർക്കും സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം ഈ ഗിഫ്റ്റുകളെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാം അവർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ്. എന്നാലും ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ മറ്റേ ആളെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ശമ്പൂട്ടനും ഭയങ്കര സന്തോഷമായി. ആദ്യം ചെന്നപ്പോൾ ഭയങ്കര ഷൈ ആയിട്ടിരുന്ന ആളാണ് ശമ്പൂട്ടൻ. പിന്നെ നല്ല ആക്റ്റീവായിട്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ അവർ താമസിക്കുന്ന വീടിൻ്റെ ഓണർ ആൻറ്റിയാണ് അത്. ആൻറ്റിയും വന്നു. ബാക്കി എല്ലാവരും ഹിന്ദിക്കാരും. ആൻറ്റിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, മലയാളികൾ ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം സംസാരിച്ചപ്പോഴത്തേക്ക് ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ പിന്നെ ലേഡീസ് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു, കുട്ടികളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ഏറ്റവും വലിയൊരു പരിപാടിയാണ്, നമ്മുടെ പല പരിപാടികളിലും കണ്ടിട്ടുണ്ടല്ലോ, ഡാൻസിങ്. ലേഡീസ് എല്ലാവരും കൂടെ കൂടി ഡാൻസ് കളിക്കും. പയ്യന്മാരെല്ലാം കൂടെ അവരുടേതായ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യും. ഇതൊരു 3 സെക്ഷനായിട്ട് അങ്ങ് തിരിയും. കുട്ടികളെല്ലാം കൂടെ ഒരു സെക്ഷനായിട്ട് അങ്ങ് തിരിയും. അപ്പോൾ ഈ കുട്ടികളായിട്ട് തിരിഞ്ഞവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഗിഫ്റ്റുകളെല്ലാം കൂടെ പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഗിഫ്റ്റുകളൊന്നും ഓപ്പൺ ആക്കുന്നത് അച്ഛനും അമ്മയും കണ്ടിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഈ ഗിഫ്റ്റുകളൊന്നും അപ്പം നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. കാരണം 2-3 കാര്യങ്ങളുണ്ട്. എല്ലാവരും അവരവരുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കും
ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. അപ്പം അവരുടെ മുമ്പിൽ നിന്ന് തന്നെ അത് പൊളിക്കുമ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഞാൻ അവിടെ കണ്ടു. ഇപ്പം ഞാൻ നമ്മൾക്ക് ചിലവായി ഇപ്പം ചിലർക്ക് ഒരു ചോക്ലേറ്റ് മാത്രമായിരിക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവുക, ചിലർക്ക് ഒരു ചെറിയ പാവനയായിരിക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ചിലർക്ക് പെൺകുട്ടികളല്ലേ അപ്പോൾ ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രമായിരിക്കും കൊടുക്കുക. അപ്പം അവര് നമ്മുടെ ഇപ്പം മുമ്പിൽ തന്നെ വലിയ വലിയ ടോയ്സും വലിയ വലിയ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തവരുടെ മുമ്പിൽ കുട്ടികൾ ഇങ്ങനെ വന്ന് ചോദിക്കും, ഇത് ആൻറ്റി തന്നാണോ, ഇത് ആങ്കിൾ തന്നാണോ എന്നുള്ളത് ചോദിക്കും. അപ്പം അവർക്കല്ല ഒന്ന് പറയാനും പറ്റില്ല, കാരണം അവർ കൊടുത്തത് ചെറുതായി പോകും, അങ്ങനെ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പം നമ്മളാണ് നോക്കിയിട്ട് അപ്പം ഗിഫ്റ്റ് തുറക്കരുത് എന്ന് പറയേണ്ടത്. പക്ഷേ അവർ അറിഞ്ഞിട്ടേ ഇല്ല കുട്ടികൾ ഗിഫ്റ്റ് തുറക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികൾ ഈ ബർത്ത്ഡേ ഉള്ള വീട്ടിലെ കുട്ടികൾക്കറിയാം ഇത് നമ്മുടെ വീട്ടിലേക്കുള്ളതാണെന്ന്. പക്ഷേ ബാക്കി ചെറിയ കുഞ്ഞു മക്കൾ വന്നിട്ട് അതിനു വേണ്ടി വാശി പിടിക്കുമ്പോൾ അവരുടെ അമ്മമാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഈ കണ്ട സാധനങ്ങൾ മൊത്തം അവർക്ക് മേടിച്ചു കൊടുക്കാനും പറ്റില്ല, എന്നാൽ ഈ കണ്ട സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിക്കുകയും ചെയ്യും. അപ്പോൾ വരുന്ന ചെറിയ കുട്ടികൾക്ക് അതൊരു വിഷയമായിട്ട് വരും. ഇപ്പോൾ വളരെ ചെറിയ മക്കളില്ലേ, ഇപ്പോൾ ഈ ബർത്ത്ഡേ നടന്ന കുട്ടികളെന്നെക്കാട്ടിലും ചെറിയ മക്കളുണ്ട്, 3 വയസ്സ് 4 വയസ്സ് അല്ലെങ്കിൽ 2, അങ്ങനെ കുഞ്ഞു മക്കളുണ്ട്. അങ്ങനെ കിടന്ന് വാശിയാക്കിയിട്ട് അങ്ങനെ കരഞ്ഞ് പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എന്തായാലും അതാ ഇവിടെ കുട്ടികൾ ഇതെല്ലാം പൊട്ടിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സും കാര്യങ്ങളും ശമ്പൂട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെയാണ്. കുട്ടികളിവിടെ അവരുടേതായ കലാപരിപാടി നടക്കുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു ദിവസം ഫുൾ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്ത്, എനിക്കിതെന്തായാലും പാട്ടൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഒന്ന് സൈഡായപ്പോഴത്തേക്ക് അവർ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോയി. ആണുങ്ങളെല്ലാം കൂടെ അവരുടേതായ ചെറിയൊരു പാർട്ടിക്ക് പോയി. അങ്ങനെ പിന്നെയും കുട്ടികളെല്ലാവരും ഒറ്റയ്ക്കായപ്പോഴത്തേക്ക് കുട്ടിയുടെ കളിയെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അമ്മമാർക്ക് വേറെ നിവർത്തിയില്ലാണ്ട് വന്ന് ഫോൺ കൊടുത്തു. സ്വാഭാവികമായിട്ട് ഈ സമയത്ത് ശമ്പൂട്ടനും എവിടെയെല്ലാം പാർട്ടിക്ക് പോയാൽ ഫോൺ ചോദിക്കുന്നതാണ് കേട്ടോ. ഇന്നേ ദിവസം അവന് ഫോണൊന്നും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അപ്പോൾ അവർ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്ത് കളിച്ചോളൂ, കളിക്കട്ടെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കളിച്ചോളൂ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ കുട്ടികളെല്ലാം ഇരുന്ന് ഫോൺ കാണുമ്പം അവനും എന്നോട് ചോദിക്കേണ്ടതാണ്. അന്നവൻ മറന്നുപോയതാണോ, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടുമില്ല, സാധാരണയാണെങ്കിൽ ചോദിച്ചാൽ ഞാൻ കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഈ ഫോൺ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ശമ്പു ചോദിക്കേണ്ടതാണ്, ചോദിച്ചില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വരുമോ എന്നൊക്കെ, ബലൂൺ കണ്ടിട്ട് അത് തട്ടി കളിക്കാൻ വരുമോ എന്നൊക്കെ ചോദിച്ചു. സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഒരു ഡോക്ടർ സെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പം ഇവൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അവൻ കളിക്കുന്നത് കണ്ടപ്പോൾ ഓരോരോ കുട്ടികളായിട്ട് വന്നു, അവരെല്ലാവരും ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി. ഇവർ വന്നിരിക്കുന്ന കുട്ടികളെല്ലാവരും ഡോക്ടറും ഞാനൊരു പേഷ്യൻറ്റും ആണുള്ളത്. അപ്പോൾ എനിക്ക് പരിശോധിച്ച് എല്ലാത്തിനുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ തന്നു കഴിഞ്ഞു. പിന്നെ AC ഉള്ള റൂമിൽ കയ്യിൽ സ്വന്തമായിട്ട് ഹാൻഡ് ഫാനൊക്കെ വെച്ച് കാറ്റ് കൊള്ളുന്നുണ്ട് ശമ്പൂട്ടൻ. അങ്ങനെ അതിനുശേഷം അവരെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ വന്നു. അവർ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ വന്നു. അപ്പം അത് കഴിക്കാം എല്ലാവരെയും വിളിച്ചു കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദിക്കാരുടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീര റൈസ് ഉണ്ടാവും, റൊട്ടി ഉണ്ടാവും, പനീറിൻ്റെ പ്യുവർ വെജ് ആണ് വെക്കുന്നത്. ഇവർ നോൺ വെജ് കഴിക്കും, പക്ഷേ പാർട്ടിയിൽ വന്ന പലരും നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് വെജിൻ്റെ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പനീറുണ്ടായിരുന്നു, ഒരു ചോല ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചു. ശമ്പൂട്ടിന് പനീർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒരു നോൺ വെജ് കഴിക്കുന്ന ഫീല് കിട്ടുകയും ചെയ്യും, പക്ഷെ എന്നാൽ അതിനകത്തൊന്നും മുള്ളോ എല്ലോ ഒന്നും അവനെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. പിന്നെ റൈത്ത ഉണ്ടായിരുന്നേ. ഈ റൈത്ത നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന പോലത്തെ അല്ല, നമുക്കറിയായിരിക്കും. നമ്മുടെ തൈരും ജീരകപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ മിക്സ്ചറിനകത്തെ ബൂന്തിയില്ലേ, അതായത് നമ്മുടെ ലഡുവിൻ്റെ അകത്തെ മധുരമില്ലാത്ത ബൂന്തി ഇങ്ങനെ വെള്ളത്തിൽ ആ തൈരിൽ മുക്കിയിട്ടിട്ട് അങ്ങനത്തെ ഒരു റൈത്തയാണ് കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഐസ്ക്രീം തന്നു. അതിന് മുമ്പേ കുട്ടികൾക്ക് ജ്യൂസും അതേപോലെ നമ്മുടെ വലിയവർക്ക് സ്പ്രൈറ്റ്, മെറിൻഡ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഐസ്ക്രീം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ബർത്ത്ഡേ ഗേൾ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. ഇനിയും ഒരു നോർമൽ ഒരു ഹോം വെയറിലോട്ട് മാറി. കാരണം പുള്ളിക്കാരിക്ക് ആ വലിയ കുപ്പായമൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം നോർമൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ അതേ ബയ്യെ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്, നിങ്ങൾ ഡാൻസ് കളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ മണിയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈവനിങ്.